മഴ കനത്തു പെയ്യുകയാണ്. അപ്പോൾ നമുക്ക് മഴ മുന്നറിയിപ്പുകളൊക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിതീവ്ര മഴയ്ക്ക് തന്നെയാണ് ഇന്നും സാധ്യത. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടാണ്. ബാക്കിയുള്ള 11 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. അതായത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. ഇനി നമുക്ക് വിശദമായ മഴ വാർത്തകൾ നോക്കാം അല്ലേ? അതെ, നമുക്ക് ഇന്ന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ സാധാരണ കമന്റുകളൊക്കെ വരാറുണ്ട്, ഈ മഴയാകുമ്പോൾ ലീവില്ലേ എന്നൊക്കെ. അപ്പോൾ ലീവിന്റെ ഒരു കാര്യം കൂടി പറയാലേ സ്കൂളുകൾക്കൊക്കെ. ഇന്ന് കണ്ണൂർ, എറണാകുളം, കോട്ടയം, ഇടുക്കി, കാസർഗോഡ്, തൃശൂർ, വയനാട് ജില്ലകളിൽ അവധിയാണ്. അപ്പോൾ ട്യൂഷന് പോകണ്ട, ട്യൂഷൻ സെന്ററുകൾക്ക് ഉൾപ്പെടെ അവധിയാണ്. സന്തോഷമാട്ടെ ഇപ്പൊ എല്ലാവർക്കും. അതെ, സ്കൂൾ തുറക്കുന്നതിന് മുൻപ് മഴയിലിറങ്ങി കളിക്കാം എന്നാവും നമ്മുടെ കൊച്ചു കൂട്ടുകാരൊക്കെ ആലോചിക്കുന്നുണ്ടാവുക. അത് ഈ മഴയത്ത് കളിക്കുന്നത് രസമൊക്കെ തന്നെയാണ്. പക്ഷേ വെള്ളക്കെട്ടിനടുത്തും അതുപോലെ ഈ ജലാശയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിന്റെ അടുത്തൊക്കെ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധ വേണം. ഒപ്പം ഈ മുതിർന്നവരില്ലാതെ ഒരു കാരണവശാലും ഇത്തരത്തിൽ നീന്താനൊക്കെ പോകുന്നവരുണ്ട്. ഈ കുട്ടികൾ അതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്ന കുട്ടികളുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു പോകുക. മുതിർന്നവരുടെ കൂടെ തന്നെ പോകുന്നു എന്ന് ഉറപ്പുവരുത്തുക. പുഴകളിൽ ഇറങ്ങരുത്, കാരണം നല്ല അടിയൊഴുക്കുന്നുണ്ടാകുന്ന സമയമാണ്. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകാൻ കേട്ടോ. മാത്രമല്ല ഒരുപാട് കുട്ടികൾ ഇപ്പോൾ നമ്മളിപ്പോൾ മഴക്കാലം അതോടെ കാണുന്നുണ്ട്, ഈ ചൂണ്ടയൊക്കെ എടുത്ത് പോകുന്നുണ്ട് കുറേ പേര് മീൻ പിടിക്കാനൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കണം. കാരണം നല്ല ഒഴുക്കുള്ള സമയമൊക്കെ ആയിരിക്കും. എന്തെങ്കിലും അപകടം പറ്റാതെ കൊച്ചു കൂട്ടുകാരൊക്കെ സൂക്ഷിക്കണം. അപ്പോൾ നമുക്കിനി മഴ സാഹചര്യം നോക്കാം അല്ലേ ജില്ലകളിലൊക്കെ. അപ്പോൾ നമുക്ക് അരുൺ സോളമനും SS ശരണും ചേരുന്നുണ്ട്. അരുൺ സോളമൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആൻഡ് വെങ്കി ആൻഡ് ശ്രുതി. അരുൺ, ഇന്നും മഴയ്ക്ക് കുറവുണ്ടാകില്ല അല്ലേ? അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് പറയുന്നത്. 3 ജില്ലകളിൽ റെഡ് അലേർട്ട് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് പൊതുവായ ഒരു മഴ സാഹചര്യം? ഒപ്പം ഈ മഴക്കെടുതി അത് രൂക്ഷമായി തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് മഴക്കെടുതി രൂക്ഷമായി തന്നെയാണല്ലേ? ശ്രുതി ആൻഡ് വെങ്കി, കഴിഞ്ഞ ദിവസമൊക്കെ തിരുവനന്തപുരത്തെ നോക്കുകയാണെങ്കിൽ തെക്കൻ ഭാഗത്തൊക്കെ തിരുവനന്തപുരം, കൊല്ലത്തൊക്കെ ഒരു ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു. മഴയ്ക്കൊരു നേരിയ ശമനമുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി കാര്യങ്ങളൊക്കെ മാറി. മഴയുടെ മട്ടും ഭാവവും മാറി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. രാത്രിയോടുകൂടി തന്നെ വലിയ നാശനഷ്ടങ്ങൾക്ക് ഇടയാക്കി എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടി വരിക. കാരണം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട അടക്കമുള്ള തെക്കൻ മലയോര മേഖലകളിലൊക്കെ കനത്ത നാശനഷ്ടങ്ങൾ വിതച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ വരുന്ന റിപ്പോർട്ടുകളൊക്കെയും. പ്രധാനമായിട്ടും ഇന്നിപ്പോൾ സംസ്ഥാനത്ത് 3 ജില്ലകളിലാണ് റെഡ് അലർട്ട്. അതിൽ ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് അടക്കമുള്ള ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുകയാണ്. കഴിഞ്ഞ ദിവസവും അവിടെ റെഡ് അലർട്ട് ആയിരുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ സംസ്ഥാനത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ 9 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ട്. അതിലിപ്പോൾ പത്തനംതിട്ട ജില്ലയ്ക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുഴുവൻ ട്യൂഷൻ സെൻ്ററുകൾക്കും അതുപോലെ തന്നെ മദ്രസ സ്ഥാപനങ്ങൾക്കൊക്കെ ഈ അവധിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സർവകലാശാല പരീക്ഷകളൊക്കെ മാറ്റിവെച്ച ഒരു സാഹചര്യത്തിലാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. ഇന്നിപ്പോൾ അതിതീവ്ര മഴ തുടരുകയാണ്. തിരുവനന്തപുരത്ത് ഓറഞ്ച് അലർട്ട് ആണെങ്കിൽ പോലും തന്നെയും നിലവിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പെയ്തു തുടങ്ങിയ മഴ ഇന്നിപ്പോഴും തുടരുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം വഴുതക്കാട് വുമൻസ് കോളേജിൽ നിന്ന് ബേക്കർ ജംഗ്ഷനിലേക്ക് പോകുന്ന ഭാഗമാണ്. ഇവിടെ ഇന്നലെ രാത്രിയാണ് ഈ മരങ്ങളൊക്കെ ഒടിഞ്ഞു വീണ് ഇപ്പോൾ 7 വൈദ്യുതി പോസ്റ്റുകളാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ KSEBയുടെ ഉദ്യോഗസ്ഥരെത്തി ആ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള ഒരു ശ്രമം ആരംഭിച്ചിരിക്കുകയാണ്. അതേസമയം ചില ഭാഗങ്ങളിൽ വീണ്ടും മരങ്ങൾ ഇന്ന് കടപുഴകിയിരിക്കുകയാണ് പുലർച്ചയോടുകൂടി. പ്രത്യേകിച്ചും തെക്കൻ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഇന്നലെ കഴക്കൂട്ടം ഭാഗത്തും ചെമ്പഴന്തിയിലും 2 വീടുകളാണ് പൂർണ്ണമായിട്ടും തകർന്നത്. 2 വീടുകളിലും ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. വളരെ അത്ഭുതകരമായിട്ടാണ് ആ വീടുകളിൽ ഉണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത്. പ്രത്യേകിച്ചും കഴക്കൂട്ടം പുല്ലാട്ടുകരയിൽ താമസിച്ചിരുന്ന 6 പേരായിരുന്നു കുടുംബത്തിലുണ്ടായിരുന്നത്. അച്ഛനും അമ്മയും മക്കളും അതുപോലെ തന്നെ സഹോദരി അടക്കമുള്ളവരുണ്ടായിരുന്നു. അവർ വളരെ അതിശയകരമായിട്ട് രക്ഷപ്പെട്ടു. മറ്റൊന്ന് ചെമ്പഴന്തിയിലുള്ള അപകടമായിരുന്നു. ഈ 2 അപകടങ്ങളിലും വീടുകൾ പൂർണ്ണമായിട്ടും ഇപ്പോൾ തകർന്നിരിക്കുകയാണ്. മറ്റൊന്ന് കാട്ടാക്കടയിലേക്ക് വരികയാണെങ്കിൽ കാട്ടാക്കട ഭാഗത്ത് ഒരു വീടിൻ്റെ വണ്ടന്നൂരിലാണ് ഒരു സജു എന്ന് പറയുന്ന വ്യക്തിയുടെ വീടിൻ്റെ മേൽക്കൂര പൂർണ്ണമായിട്ടും പറന്നു പോകുന്നൊരു സാഹചര്യം. മേൽക്കൂര പറന്നു പോയപ്പോൾ തന്നെ ആ വീട്ടിൽ 6 പേരുണ്ടായിരുന്നു. അച്ഛനും അമ്മയും മക്കളടക്കം 6 പേരും ആ വീട്ടിലുണ്ടായിരുന്നതാണ്. ഇവരൊക്കെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടിരിക്കുന്നു. ആളപായമില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ പ്രഭാതത്തിൽ പ്രേക്ഷകർക്ക് മുന്നിൽ ഈ വാർത്ത പറയുമ്പോൾ ഏറെ സന്തോഷകരം. കാരണം ഇത്തരത്തിൽ വലിയൊരു കെടുതി തലസ്ഥാനത്തെ തെക്കൻ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായപ്പോഴും ആർക്കും വലിയ അപകടങ്ങളൊന്നും ഉണ്ടായില്ല. മറ്റൊന്ന് കാട്ടാക്കടയിൽ ഇന്നലെ
ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് മുകളിൽ ഒരു മരം കടപുഴകി വീണതിനെ തുടർന്ന് 10ഓളം പേർക്ക് അപകടം ഉണ്ടായിരുന്നു. അത് പരിക്ക്, ചെറിയ സാരമായിട്ടുള്ള പരിക്കുകളാണ് ഉണ്ടായിരുന്നത്. ശ്രുതി, ഓക്കെ, എന്തായാലും ഈ ഇപ്പോൾ പറഞ്ഞ കഴക്കൂട്ടം ഭാഗത്തെ കാര്യം പറഞ്ഞപ്പോൾ നമുക്കൊരു കമന്റും വന്നത് അത് തന്നെയാണ്. ഇന്നലെ പോയതാണ് കറന്റ്. ട്രിവാൻഡ്രം കഴക്കൂട്ടം എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. ഇത് ഈ ഒരു സാഹചര്യമാണ്, മഴക്കെടുതി രൂക്ഷമാണെന്ന് ഇപ്പോൾ അരുൺ സോൾമൻ റിപ്പോർട്ട് ചെയ്തേ ഉള്ളൂ. അവിടെ വീടടക്കം തകർന്നു എന്നൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. മാത്രമല്ല ഈ മരങ്ങളൊക്കെ KCBയുടെ ലൈനിലൊക്കെ വീണ് കഴിഞ്ഞാൽ അത് ഒന്ന് പുനഃസ്ഥാപിക്കാൻ കുറച്ച് സമയമെടുക്കും. അതായിരിക്കാം പ്രശ്നം. നമുക്ക് മധ്യ കേരളത്തിലേക്ക് അല്ലേ? അതെ, ശരൺ SS ചേരുന്നുണ്ട്. മഴ സാഹചര്യം എങ്ങനെയാണ് മധ്യ കേരളത്തിൽ എന്ന് നോക്കാം. ശരൺ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ ഇടുക്കിയിലും കോട്ടയത്തൊക്കെ വലിയൊരു നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. മധ്യ കേരളത്തിലെ പൊതുവായൊരു സാഹചര്യം എന്താണ്? ശ്രുതി, വെങ്കടേഷ്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കൊച്ചി നഗരത്തിൽ മഴ തുടരുകയായിരുന്നു. അതിന് മാറ്റമുണ്ടായിട്ടില്ല. ഇടവിട്ടുള്ള മഴയാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഒരു കൃത്യമായ കണക്ക്, അതായത് 6 ദിവസമായി പെയ്ത കനത്ത മഴയിൽ എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായതെന്ന് സംബന്ധിച്ച ഒരു കൃത്യമായ കണക്ക് ഇന്നലെ രാത്രി PRD പുറത്തുവിട്ടിരുന്നു. അത് ഇങ്ങനെയാണ്. അതായത് ജില്ലയിൽ ഇതുവരെ 182 വീടുകൾക്ക് നാശനഷ്ടമുണ്ടായെന്നുള്ളതാണ് ഈ റിലീസിൽ പറയുന്നത്. അതായത് 3 വീടുകൾ പൂർണ്ണമായും 179 വീടുകൾ ഭാഗികമായും തകരുകയും ചെയ്തിട്ടുണ്ട്. കണയന്നൂർ, കൊച്ചി, കോതമംഗലം താലൂക്കുകളിലാണ് ഓരോ വീടുകൾ പൂർണ്ണമായി തകർന്നിരിക്കുന്നത്. എന്തായാലും ഇതോടൊപ്പം തന്നെയാണ് ഈ പെരിയാറിന്റെ തീരത്തൊക്കെ ഇപ്പോഴും ജാഗ്രത തുടരുകയാണ്. ഇന്നലെ ഭൂതത്താൻകെട്ട് ഡാമിന്റെ ഷട്ടറുകളെല്ലാം തന്നെ ഉയർത്തിയിരുന്നു. അപ്പോൾ അതോടുകൂടി ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നതാണ്. അങ്ങനെ ആ ജാഗ്രത തുടരുകയാണ്. ഇതിനിടയിലാണ് ഇന്നലെ വൈകിട്ടോടുകൂടി കാക്കനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറിയെന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമായിരുന്നത്. അതായത് ചിത്രപ്പുഴ കരകവിഞ്ഞ് ഒഴുകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കനത്ത മഴയിൽ ചിത്രപ്പുഴ കരകവിഞ്ഞ് ഒഴുകിയോടുകൂടിയാണ് ഈ വീടുകളിലേക്ക് വെള്ളം കയറിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും കാക്കനാട് തുതിയൂർ കരയിൽ കോളനിയിൽ ഒപ്പം തന്നെ ഇന്ദിരാനഗറിലുമാണ് ഇത്തരത്തിൽ വീടുകളിലേക്ക് വെള്ളം കയറിയത്. 10ഓളം വീടുകളിൽ വെള്ളം കയറുകയും അവിടെയുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയെല്ലാം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും ജാഗ്രത തുടരുകയാണ്. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോഴും മഴ തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് റൂറൽ മേഖലയിലൊക്കെ തന്നെ കനത്ത മഴ തുടരുന്നുണ്ടെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഓക്കെ, SS ശരണാണ് മധ്യ കേരളത്തിൽ നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്.